വനം വകുപ്പിൻ്റെ ഫ്യൂസ് ഊരി KSEB പത്തനംതിട്ട റാന്നി DFO ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളുടെ ഫ്യൂസാണ് ഊരിയത്. വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക ഉള്ളതിനാലാണ് KSEBയുടെ നടപടി. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ മുരളി, KSEB ഈ സമീപകാലത്ത് ഇങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുടിശ്ശിക ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഫ്യൂസ് ഊരിയത്? നമ്പ്യാർ പത്തനംതിട്ട റാന്നി DFO ഓഫീസ് ഉൾപ്പെടെയുള്ള വനംവകുപ്പിന്റെ ഓഫീസുകളുടെ ഫ്യൂസാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 KSEB ഊരിയത്. DFO ഓഫീസിൽ മാത്രം 15,000 രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. 3 മാസത്തെ കുടിശ്ശികയാണിത്. മറ്റ് ഓഫീസുകളിൽ ഏകദേശം 6,000 രൂപയുടെ കുടിശ്ശികയുമുണ്ട്. കുടിശ്ശിക അടച്ചു തീർക്കണമെന്ന് നേരത്തെ ഈ ഓഫീസുകൾക്ക് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. 3 മാസത്തെ കുടിശ്ശിക അടച്ചു തീർക്കാൻ വൈകിയതിലാണ് ഇപ്പോൾ ഈ ഫ്യൂസ് ഊരിക്കൊണ്ടുള്ള നടപടികളിലേക്ക് KSEB കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിലധികമായി മുഴുവൻ പ്രവർത്തനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. പ്രവർത്തനങ്ങളെ മുഴുവൻ RR ഓഫീസിന്റെ അടക്കമുള്ള മുഴുവൻ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്കൂറിന് മുകളിലായി വൈദ്യുതി നിലച്ചിട്ട് എത്രയും വേഗം പണം കണ്ടെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. യെസ്, KSEBയുടെ ഫ്യൂസൂരൽ ദൗത്യം തുടരുന്നു. വനം വകുപ്പിന്റെ ഫ്യൂസൂരി KSEB പത്തനംതിട്ട റാന്നി DFO ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളുടെ ഫ്യൂസാണ് ഊരിയത്. വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വരുത്തിയതിനാലാണ് KSEBയുടെ നടപടി. മിഥുൻ മുരളിയാണ് ചേർന്നത്.